വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയടയാണ് കേട്ടോ. കാരണം യൂട്യൂബ് തുറന്നാൽ ചക്കയട. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനും ചക്കയട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ വെല്ലം കുറച്ച് ദിവസം മുന്നിലാണ്, അപ്പോൾ അത് കഴുകിയിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് അത് കഴുകാനും ഇട്ടു. ചക്ക 2 ദിവസം മുന്നേ നമ്മൾ ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ, നമുക്ക് കേടുവരാതിരിക്കാൻ. അപ്പോൾ അതും നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് കുറച്ച് ദിവസമായിട്ട് വെള്ളത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ വെള്ളം ഒന്ന് എന്താ പറയുക, തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ രാവിലെ തൊട്ട് പുകയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ചക്കയട ഉണ്ടാക്കാന്നുള്ളത് കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ നല്ല രീതിക്ക് കത്തി ചൂടാക്കി നമ്മുടെ ചക്ക വരട്ടിൻ്റെ പരിവമാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഒരു 4-5 എണ്ണത്തിനുള്ളതേ ഞാൻ 4-5 എണ്ണം ഒരു 8-10 ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ പണ്ട് ഇലയടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇലയുണ്ട് അത്ര, അപ്പം ആ ഇല ഈ ഇലയാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വരിക്കാൻ പോയിട്ട് കുറേ അധികം കഷ്ടപ്പെട്ട് വരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇത് ആ ഇലയല്ല, ഇതുകൊണ്ട് ഉണ്ടാക്കി തിന്നല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെ അമ്മ. അപ്പോൾ പിന്നെ അതിനെ കളഞ്ഞിട്ട് വീണ്ടും നമ്മുടെ വീട്ടിലെ വാഴയില തന്നെയാണ് കേട്ടോ എടുത്തത്. പിന്നെ അതൊക്കെ നല്ല രീതിക്ക് വെട്ടി കഷ്ണമാക്കിയിട്ട് നമ്മളിത് ആ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെ മറ്റേ നായ്ക്കുട്ടി കാവിലിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ചക്കയടയാണ് അവരെന്തൊക്കെയോ വിചാരിച്ചിട്ട് നമുക്ക് ചുറ്റും ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാച്ചും ഉണ്ട്, അതും ഉണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ കുഴച്ച് ഇലയിലൊക്കെ പരത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇലയട ഉണ്ടാക്കണേനെയാണ് അമ്മ നീ ചക്കയട ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഇങ്ങനെ അടുത്തിരുന്നിട്ട് ഓരോരെണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. കാരണം കാലത്ത് തൊട്ട് അവർ കാത്തിരിക്കുകയാണ് എന്താണ് ഈ ചക്കയട എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനിതിൽ തേങ്ങയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് പിള്ളേർക്ക് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ട് കുറച്ച് നെയ്യും ഏലക്കായും മാത്രം ഇട്ടിട്ട് ചെയ്തതാണ് കേട്ടോ സംഭവം. അപ്പോൾ പിന്നെ ഞാൻ ഈ ചക്കയട എന്ന് പറഞ്ഞപ്പോൾ വലിയ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, പക്ഷെ നമ്മുടെ ചക്കയുടെ മണമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നി പിന്നെ ഏലക്കായ ഇടണ്ടായിരുന്നു തോന്നി. സംഭവം എന്താണെങ്കിലും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മിണ്ടാതെ ആ ചക്ക ആയിട്ട് കഴിച്ചതാണെങ്കിൽ നല്ല മണം ഉണ്ടാകും, മനസ്സിനൊരു തൃപ്തി ഉണ്ടാകും. ഇങ്ങനെ ചാനൽ കണ്ട് ഓരോരെണ്ണം ചെയ്തിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെടാതെയാണോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത് ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനി അതിൻ്റെ വല്ല പ്രശ്നമാണോ എന്നും നമുക്കറിയില്ല. അത് കാരണം കൊണ്ട് അപ്പം ചക്കയട അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല ചക്കയടയ്ക്ക്. അതിന് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ലാത്തതാണോ എന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ കട്ടൻ ചായയും അതും കൂട്ടിട്ട് അതായത് ചക്കയടയും കൂട്ടിയിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെടിയിലേക്ക് വന്നു കേട്ടോ. കാരണം കുറേ ദിവസമായി നമ്മൾ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, അപ്പോൾ കുറച്ച് വിത്തിട്ടതൊക്കെ ഉണ്ടായതല്ലോ, അതൊക്കെ നോക്കി അതൊന്നും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ അത് 3-4 ട്രിപ്പായി ഞാൻ വിത്ത് മാത്രം ഇടുന്നത്, അതൊന്നും ഒരു ചെടി പോലും അവയ്ക്കണില്ല. അതായത് ഒരു മുള പോലും പൊട്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇനി വിത്തിടൽ നിർത്തി. അപ്പോൾ ഉള്ള ചെടീനെയൊക്കെ നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ തൊട്ട വീട്ടിലെ കുട്ടി ഇത് കണ്ടിട്ട് എന്നോട് പറയാണ്, ചേച്ചി ഇതാണോ ചേച്ചി ഓൺലൈനിൽ കൊടുക്കണതെന്ന്. അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മളുടെ നാട്ടിലാണ് നമ്മുടെ പ്ലാന്റിന് വിലയില്ലാത്തത്, പുറത്ത് ഇതിന് ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ പിന്നെ ചേട്ടനും വൈകുന്നേരത്ത് വന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ 2 റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 2 അല്ല 4 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.